ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത് യാക്കോബ്സ്ലിയുടെ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വചനമാണ്. ഒരേ ഒരു വചനം, യാക്കോബ് 4:8. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. എന്തിനാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നതാണ്? എന്തിനാണത്? നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കുകയുള്ളൂ. ആ വചനത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. എത്ര കാലം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, അത്രയും കാലം ദൈവം നമ്മളോടും ചേർന്ന് നിൽക്കും. 2 ദിനവൃത്താന്തം 15-ാമത്തെ അധ്യായം 2-ാമത്തെ വചനമാണത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കാലം ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവവചനം ആവശ്യപ്പെടുന്നതിന് കാരണം, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ദൈവം നമ്മളോടും ചേർന്ന് നിൽക്കുകയുള്ളൂ. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അമേരിക്ക മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട സമയം ഈ പ്രസിഡന്റ് വളരെ അസ്വസ്ഥനായിട്ട് ടെൻഷൻ അടിച്ച് കൊട്ടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ചോദിച്ചു, സാർ, എന്തിനാണ് അങ്ങ് ഇത്രയും അസ്വസ്ഥനാകുന്നത്? എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? ദൈവം നമ്മോട് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അന്ന് എബ്രഹാം ലിങ്കൺ പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ നമ്മൾ ദൈവത്തോട് കൂടെ അല്ലല്ലോ. നമ്മൾ ദൈവത്തോട് കൂടെ അല്ലാത്തത് കൊണ്ടാണ് ഈ ടെൻഷനും ആകുലതയും ഉത്കണ്ഠയും ഭയവും എല്ലാം നമ്മളിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിലാണ് ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ കാണാൻ സാധിക്കുന്നത്. ആ സ്നേഹം, ക്ഷമ, ശാന്തി, ആനന്ദം, സമാധാനം, ഇതെല്ലാം കാണാൻ സാധിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ്. അതോടൊപ്പം തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിൽ ദൈവികമായ എല്ലാ അധികാരങ്ങളും കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ ശക്തിക്ക് സാദൃശ്യമായ ശക്തിയും കാണാനായിട്ട് സാധിക്കും. ദൈവത്തോട് ചേർന്ന് നിന്നാൽ എല്ലാ അധികാരത്തോടെയും ആധിപത്യത്തോടെയും നമുക്കിവിടെ ജീവിക്കാനായിട്ട് സാധിക്കും. ഇനി വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണത്തിലേക്ക് നമ്മളിത് വരികയാണ്. ഇന്ന് നമുക്കറിയാം, സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. പത്രോസ്ലിയുടെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വചനമാണ്. 1 പത്രോസ് 5:8. നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് അലറി നടക്കുകയാണ്. സിംഹത്തെ പോലെയാണ്, സിംഹമല്ല. സിംഹം നമ്മുടെ ഉള്ളിലുണ്ട്, യൂദയുടെ സിംഹം. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. യൂദയുടെ സിംഹം ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്. ഇവൻ സിംഹത്തെ പോലെയാണ് പിശാച്. പക്ഷെ ഇവൻ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. കാരണം ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അത് പിശാചിനറിയാം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഭൂമിയെ, സമുദ്രമേ, അതിൽ വസിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം. സ്വർഗത്തിൽ ഒരു യുദ്ധം കാണുന്നുണ്ട്. മിഖായേലും അവൻ്റെ ദൂതന്മാരും സാത്താനും അവൻ്റെ ദൂതന്മാരും തമ്മിൽ ഏറ്റുമുട്ടലിൽ സാത്താൻ പരാജയപ്പെട്ടു. അവൻ സ്വർഗത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ടു. ഭൂമിയിൽ വന്ന് വീഴുന്നു. ഭൂമിയെ, അതിൽ വസിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം. വെളിപാട് 12:12 നമ്മൾ വായിക്കുന്നുണ്ട്, വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് കണ്ട് അരിശം കൊണ്ട് പിശാചൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ദൈവവചനം ആവശ്യപ്പെടുന്നത്. മരിയ വാൾത്തോർത്തയ്ക്ക് ദൈവം കൊടുത്തൊരു ദർശനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മക്കൾ എന്നിൽ നിന്ന് അകന്നു പോകാതിരുന്നാൽ സാത്താന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. എൻ്റെ മക്കൾ എന്നോട് ചേർന്നിരുന്നാൽ സാത്താന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്നേഹമുള്ളവരെ, ഈ ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്ന്
യോഹന്നാൻ സ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 1 യോഹന്നാൻ 5:19. ഇവിടെ നമുക്കറിയാം ഈശോ ലോകത്തിലേക്ക് വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ്. 1 യോഹന്നാൻ 3:8 നമ്മളത് കാണുന്നുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തികളെ ഈശോ നശിപ്പിച്ചെങ്ങനെയാണ്? കുരിശു മരണത്തിലൂടെ. അവന് അതുവരെ ആധിപത്യം ഉണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ. ഇതാ കുരിശുമരണത്തിലൂടെ സാത്താൻ്റെ തല തകർക്കപ്പെട്ടു. ആധിപത്യങ്ങളും അധികാരങ്ങളും എല്ലാം നിരായുധമായി. പക്ഷേ അവൻ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ അവൻ ഭൂമിയിലുണ്ട്. ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രം. വളരെ ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് രക്ഷകനായ യേശുവിൻ്റെ ഒന്നാമത്തെ വരവിനും വിധിയാളനായി വരാൻ പോകുന്ന ഈശോയുടെ രണ്ടാമത്തെ വരവിന് ഇടയ്ക്കുള്ള കാലഘട്ടത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് വളരെ ചുരുങ്ങിയ സമയം എന്ന്. ഈ കാലഘട്ടത്തിൽ അനേകരെ അവൻ്റെ അടുക്കിലേക്ക് ഇതാ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈശോ അനേകം മക്കളെ ഈശോയോട് ചേർത്ത് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഈശോയോട് ഞാൻ ചേർന്ന് നിന്നാൽ ഈശോ എന്നോടും ചേർന്ന് നിൽക്കും. സാത്താന് എൻ്റെ മേൽ ഒരു അധികാരമുണ്ടാകുകയില്ല. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കണം. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവേ, ദുഷ്ടനിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ എന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രാർത്ഥന. പിതാവേ, ദുഷ്ടനിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമെന്ന്. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവജനം നമ്മോട് ആവശ്യപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് കണ്ട് അരിശം പൂണ്ട പിശാച് ഇത് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് അവൻ ഇത് ചുറ്റിക്കറങ്ങി നടക്കുന്നു. ഇന്ന് അനേകം മക്കളെ സാത്താൻ വിഴുങ്ങിക്കളഞ്ഞു. അവരിന്ന് വിശ്വാസത്തിൽ നിന്ന് തീർത്തും അകന്നു പോയിരിക്കുന്നു. അവർക്കിന്ന് കൂദാശ ജീവിതത്തോട് താല്പര്യമില്ല, പ്രാർത്ഥനയോട് താല്പര്യമില്ല, സ്തുതിപ്പിനോട് താല്പര്യമില്ല, വചനം കേൾക്കാൻ താല്പര്യമില്ല, ധ്യാനം കൂടാൻ താല്പര്യമില്ല. അവിടുന്ന് ദൈവത്തിൽ നിന്ന് തീർത്തും അകന്നു പോയിരിക്കുന്നു. 2 തിമോത്തി 2:26 നമ്മൾ വായിക്കുന്നുണ്ട്, പിശാച് തൻ്റെ ഇഷ്ട നിർവ്വഹണത്തിന് വേണ്ടി അനേകം മക്കളെ അടിമകളായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. ഇവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ സാത്താൻ പിടികൂടിയിരിക്കുന്നു. കാരണം അവൻ കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കുവാനുമാണ് അവൻ വന്നിരിക്കുന്നത്. അനേകരുടെ വിശുദ്ധി അവൻ മോഷ്ടിക്കും, വിശ്വാസം ക്ഷയിപ്പിക്കും, ദൈവത്തിൽ നിന്ന് അകറ്റും, അവൻ്റേതാക്കി മാറ്റും. ഭൂമിയിലെ അവൻ്റെ ഏജന്റുമാരായി അവൻ്റെ വക്താക്കളായിട്ട് അനേകം മക്കളെ അവൻ മാറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, ഈശോയോട് ചേർന്ന് നിൽക്കണം. ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന കാലം ദൈവം എന്നോടും ചേർന്നിരിക്കും. ഞാൻ ഈശോയോട് ചേർന്നിരിക്കുന്ന കാലം ഈശോ എന്നോടും ചേർന്നിരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു തിരുവചനമാണ്. വളരെ ചെറിയൊരു വചനമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിയുടെ ആരംഭത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ആദിമാതാപിതാക്കളെ സൃഷ്ടിക്കുന്നു. ആദ്യത്തെ ഹവ്വയെ സൃഷ്ടിക്കുന്നു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്നു. അവർക്ക് എല്ലാറ്റിൻ്റെ മേൽ അധികാരം നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 2 മുതലുള്ള വചനം ഒന്ന് വായിച്ചു നോക്കണേ. പ്രഭാഷകൻ 17 2 മുതൽ വചനഭാഗം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് എല്ലാ അധികാരവും നൽകുന്നുണ്ട്. ആകാശത്തിൻ്റെ മേൽ, ഭൂമിയുടെ മേൽ, കടലിൻ്റെ മേൽ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മേലെല്ലാം അധികാരം നൽകുന്നുണ്ട്. ആധിപത്യമുള്ളവനായി, അധികാരമുള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പർദീസയിലാക്കി. പർദീസ എന്ന് വെച്ചാൽ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥ. നല്ല കള്ളനോട് ഈശോ പറഞ്ഞല്ലോ, ലൂക്കായുടെ സുവിശേഷം 23:46 നമ്മൾ വായിക്കുന്നുണ്ട്, നീ എന്നോട് കൂടെ പർദീസയിലാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തോടു കൂടെയാണ്. ആദിമാതാപിതാക്കളെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തോട് കൂടെ ആയിരിക്കാൻ, പർദീസയിലായിരിക്കാനാണ്. അവിടെ അല്ലലില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, കരച്ചിലില്ല, മരണമില്ല, കഠിനാധ്വാനമില്ല. ഇതാ അവിടെ എന്നും സന്തോഷവും ആനന്ദമുള്ളൊരവസ്ഥ. ഇതാണ് പർദീസ അനുഭവം, ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥ. ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവരാണ് പ്രിയമുള്ളവരെ ഇന്ന് ഈ ഭൂമുഖത്ത് ആ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ആനന്ദവും എല്ലാം അനുഭവിക്കുന്നവർ. പക്ഷേ അവർ ദൈവകൽപ്പനകൾ പാലിക്കേണ്ടിയിരുന്നു. ദൈവകൽപ്പനകളുടെ ലംഘനം വഴിയായി ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ അവർ പർദീസയിൽ നിന്ന് പുറത്തുപോയി. അതോടെ അവരുടെ ജീവിതം ദുസ്സഹമായി തീരുന്ന
ആ കാഴ്ചയെല്ലാം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഭൂമി മുള്ളും മുൾച്ചെടികളും പുറപ്പെടുവിച്ചു. ഇത് അവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. കായൻ ആബേലിനെ കൊല്ലുന്നു. ആദം ദൈവത്തെയും കുറ്റപ്പെടുത്തുന്നു, ജീവിത പങ്കാളിയെയും കുറ്റപ്പെടുത്തുന്നു. നീ എനിക്ക് കൂട്ടുനിന്ന സ്ത്രീ, ഇവളാണ് എന്നെ പാപം ചെയ്യാനായിട്ട് നിർബന്ധിച്ചത്. പരസ്പരം കുറ്റപ്പെടുത്തലുകൾ, കൊലപാതകം, ഇതെല്ലാം അങ്ങനെ ഈ ലോകത്തേക്ക് കടന്നു വന്നു. ഇപ്പോൾ കൽപ്പനകളിൽ ലംഘനം വഴി നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് വഴിയായിട്ട്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നും ഈ പർദീസ അനുഭവത്തിലാകാൻ വേണ്ടി മാത്രം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. ഈജിപ്തിൻ്റെ അടിമത്തിൽ കഴിഞ്ഞിരുന്ന ജനം, ആ അടിമത്തിൽ നിന്ന് ദൈവം അവരെ മോചിപ്പിക്കുന്നു. ആ ജനതയാണ് ഇസ്രായേൽ ജനത. കർത്താവ് ദൈവമായുള്ള ജനം, കർത്താവ് ദൈവമായുള്ള ലോകത്തിലെ ആദ്യത്തെ ജനതയാണ് പ്രിയമുള്ളവരെ. സങ്കീർത്തനം 33:12 നമ്മളത് വായിക്കുന്നുണ്ട്. തനിക്ക് സ്വന്തമായിരിക്കാനായിട്ട് അനേകം ജനതകളിൽ വെച്ച് അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തു. നിയമാവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം 6-ാമത്തെ വചനമാണ്. നിയമാവർത്തനം 7:6. അതുപോലെ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 3:2 ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. ദൈവത്തിന് സ്വന്തമായി ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുക്കുന്നു. അവർ ദൈവത്തോട് കൂടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മോശ വഴി അവർക്ക് കൽപ്പനകൾ നൽകുന്നുണ്ട്, 10 കൽപ്പനകൾ നൽകുന്നുണ്ട്. ഈ കൽപ്പനകൾ പാലിച്ചാൽ അവർ ദൈവത്തോട് കൂടെ ആയിരിക്കും. പക്ഷേ അവിടെയും മനുഷ്യൻ പരാജയപ്പെടുന്നു. ഇസ്രായേൽ ജനം കൽപ്പനകൾ ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ വീണ്ടും അവർ അടിമകളായി മാറുന്നു. ബാബിലോൺ, അങ്ങനെ പല രാജ്യങ്ങളിലും അവർ അടിമകളായി ജീവിക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, അടിമത്തത്തിൽ നിന്നാണ് ഈ ജനത്തെ ദൈവം മോചിപ്പിച്ചത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ വീണ്ടും ഇവർ അടിമകളായി ജീവിക്കേണ്ടി വന്ന ആ ഗതികേട്, അവരുടെ വേദന, നൊമ്പരം കണ്ട ദൈവം വീണ്ടും പ്രവാചകന്മാരിലൂടെ അവരോട് സംസാരിക്കുകയാണ്. നിങ്ങൾ തിരിച്ചു വരുവീൻ. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടത്. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവീനെന്ന്. അത് എപ്രകാരം തിരിച്ചു വരണമെന്ന് ബറുക്ക് 4:28 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തിഷ്ഠതയോടെയാണ് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷേ അപ്പോഴും അവർ പരാജയപ്പെടാണ്. തിരിച്ചു വരാൻ അവർ തയ്യാറാകുന്നില്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് ജെർമിയ പ്രവാചകനിലൂടെ അവിടുന്ന് ഓർമ്മപ്പെടുത്തി. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 11-ാമത്തെ വചനമാണ്. അത് എപ്രകാരമുള്ളൊരു ബന്ധമായിരിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ജെർമിയ 13:11. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്ന അവസ്ഥ. അരക്കച്ച നീങ്ങിപ്പോയാൽ നമുക്കറിയാം, നമുക്കത് സങ്കല്പിക്കാൻ സാധിക്കും, ആ വ്യക്തി നഗ്നനായി മാറും. അരയും അരക്കച്ചയും തമ്മിലുള്ള ബന്ധം, ഇതാണ് ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ബന്ധം. അതെപ്പോഴും ചേർന്നിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറിയൻ കീഴെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചതുപോലെ എൻ്റെ കുഞ്ഞോമന മക്കളെ എൻ്റെ ചെറുകൾക്കുള്ളിൽ ചേർത്ത് നിർത്താൻ ഞാൻ എത്രമാത്രം ശ്രമിച്ചു. ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. എന്തിനു വേണ്ടി ചേർത്ത് നിർത്തുന്നു? ആ ചേർന്ന് നിന്നാൽ മാത്രമാണ്, നമ്മൾ കാണുകയാണ് ആ വചനത്തിൽ, അവർ എൻ്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വമായി നിലകൊള്ളേണ്ടതിന് വേണ്ടി മാത്രം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ അവർ ജീവനുള്ളവരാണ്, അവർ മഹത്വമുള്ള മക്കളാണ്, അവർ ദൈവിക മനുഷ്യരാണ്, അവർ ആത്മീയ മനുഷ്യരാണ്. അവരിലൂടെയാണ് ഭൂമിയിൽ ദൈവരാജ്യം വളരുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർ അവർ സാത്താൻ്റെ കയ്യിലെ ഏജന്റുമാരുമായി മാറുന്നു. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ അവർ ദൈവരാജ്യത്തിൻ്റെ അംബാസിഡർമാരായിട്ട് അവർ പ്രവർത്തിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വരാൻ ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെട്ടു. അവരവരെ ജീവിതത്തെ ഓർത്ത് അനുദപിക്കാൻ തയ്യാറാകുമ്പോൾ അവരെ ദൈവം ചേർത്ത് നിർത്തുന്നു. അവരെ നിരവധിയായ പാപങ്ങൾ അവരോട് ദൈവം ക്ഷമിക്കുന്നു, അവരെ വീണ്ടും അനുഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ജെർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ അവരനുദപിച്ച് തിരിച്ചു വരുമ്പോൾ അവരെ ഇരുകൈകളോട് സ്വീകരിക്കുന്ന ഒരു ദൈവം. അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം, സമാധാനം നഷ്ടപ്പെട്ടാൽ, സന്തോഷം നഷ്ടപ്പെട്ടാൽ, ദൈവാനുഭവം നഷ്ടപ്പെട്ടാൽ, ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടാൽ അതെല്ലാം തിരിച്ചു നൽകാൻ തയ്യാറാകുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. സ്നേഹമുള്ളവരെ,
ഇതുപോലെ നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തൻ്റെ ശിഷ്യരാകാനായിട്ട് ഒരു ജനത്തെ തിരഞ്ഞെടുക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 16-ാമത്തെ വചനമാണ്. യോഹന്നാൻ 15:16. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്കറിയാവുന്ന വചനമാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ദൈവത്തിന് സ്വന്തമാകാൻ വേണ്ടി വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് അവിടെ നടക്കുകയാണ്. ദൈവത്തോട് കൂടെയായിരിക്കാൻ ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുക്കുന്നു. ഈശോ ഒരു ജനത്തെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നു. യോഹന്നാൻ 15:16. മർക്കോസിന്റെ സുവിശേഷത്തിൽ 3:13 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുക്കലേക്ക്, കണ്ടോ, തൻ്റെ അടുക്കലേക്ക്. ആ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നുണ്ട്, തന്നോട് കൂടിയായിരിക്കാൻ. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ വിളിച്ചപ്പോൾ തന്നോട് കൂടെ ആയിരിക്കാനാണ് വിളിച്ചത്. ദൈവം എമ്മാനുവേൽ. ഇതാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മോട് കൂടിയായിരിക്കുന്ന ദൈവം, കൂടിയായിരിക്കുന്ന ആ ഒരു ബന്ധം, അതൊരു വലിയൊരു ബന്ധമാണ് പ്രിയമുള്ളവരെ. ഒരിക്കലും പിരിയാത്തൊരു ബന്ധത്തിലേക്കാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അവിടുന്ന് മുന്തിരിച്ചെടിയാണെങ്കിൽ നമ്മൾ ശാഖകളാണ്. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. ഈ ഒരു വലിയ ബന്ധത്തിലേക്കാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അവിടുന്ന് മണവാളൻ, നമ്മൾ മണവാട്ടി. അവിടുന്ന് കൊശവൻ, നമ്മൾ കളിമണ്ണ്. അവിടുന്ന് പിതാവ്, നമ്മൾ അവിടുത്തെ മക്കൾ. ഈ ഒരു ബന്ധം. അവിടുന്ന് ഇടയൻ, നമ്മൾ ആടുകൾ. ഈ ഒരു വലിയ ബന്ധത്തിലേക്കാണ് നമ്മൾ വരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും പിരിയാത്തൊരു ബന്ധത്തിലേക്ക്. നമുക്കറിയാം, ആ തായ്തണ്ടിൽ നിന്നും ശാഖ മുറിച്ച് മാറ്റപ്പെട്ടാൽ ആ ശാഖ ഉണങ്ങിപ്പോവും. ആ ശാഖ തായ്തണ്ടിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. ഈ ഒരു ബന്ധത്തിലേക്കാണ് ഈശോ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അതിനായിട്ട് എല്ലാ പാപങ്ങളും ഈശോ ഏറ്റെടുത്തു. നഷ്ടപ്പെട്ട ദൈവബന്ധം നമുക്ക് തിരിച്ചു തരാൻ ഈശോ തയ്യാറായി. നഷ്ടപ്പെട്ട ദൈവബന്ധം തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈശോ മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വന്നത്. നമ്മുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത്. ഒരിക്കൽ നമ്മൾ വിദൂരസ്ഥരായിരുന്നു. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇന്ന് യേശുക്രിസ്തു വഴി നമ്മൾ സമീപസ്ഥരായി മാറിയിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി അവിടുന്ന് പരിഹാര ബലിയായി തീർന്നു. നാമമായിട്ട് ഒന്നായി തീരാൻ വേണ്ടി ഈശോയുടെ ആ ബലിയുടെ യോഗ്യതയിൽ നമുക്ക് ലഭിച്ച 2 ദിവ്യദാനങ്ങളാണ്. 1 വിശുദ്ധ കുർബാന, 2 പരിശുദ്ധാത്മാവ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഈശോയുമായി ഒന്നായി തീരാൻ വേണ്ടിയിട്ടാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നൽകിയതും. ഒന്നായി തീരുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം 56-ാമത്തെ വചനം, വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ കടന്നു വരുന്ന വലിയൊരു ബന്ധത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 6:56, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഇതാണ് കൂടിയായിരിക്കുന്ന അവസ്ഥ, ഒന്നായിരിക്കുന്ന അവസ്ഥ. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവം കൂടെ ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലാണ്, നാമുമായി ഒന്നായി തീർന്നിരിക്കുന്നു. പൗലോസ്ലീഹ ചോദിക്കുന്നുണ്ട് കൊരിന്തോസിലെ സഭാമക്കളോട്, യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ബോധ്യമായിട്ടില്ലേ? മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ക്രിസ്തുവിനെ ആത്മാവിനെ സ്വീകരിച്ച ഓരോ വ്യക്തിയിലും ക്രിസ്തുവുണ്ട്, ഈശോയുണ്ട്. ഈശോയുമായിട്ട് ഒന്നായി തീർന്നിരിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ വീണ്ടും ഒന്നായി തീരുന്ന അവസ്ഥ. അതിനു വേണ്ടിയിട്ടാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് ഭക്ഷണവും പാനീയമായിട്ട് നൽകിയതും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വഴിയായിട്ട് നാമും ദൈവവുമായിട്ട് ഒന്നായി തീരുന്ന ആ അവസ്ഥ. 1 യോഹന്നാൻ 4:13 ദൈവം അവിടുത്തെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ ദൈവം നമ്മിലും നമ്മൾ ദൈവത്തിലുമാണ്. 1 യോഹന്നാൻ 4:13 വചനമാണ്, ദൈവം അവിടുത്തെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ ദൈവം നമ്മളിലും നമ്മൾ ദൈവത്തിലുമാണ്. അവിടെയും ഒരു പിരിയാത്ത ബന്ധമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മൾ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴും വീണ്ടും ഈ ത്രിത്വിക ദൈവമായിട്ടുള്ള വലിയൊരു സഹവാസത്തിലേക്ക്, വലിയൊരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം, എന്നെ സ്നേഹിക്കുന്നവൻ, അവിടെ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്, യോഹന്നാൻ 14:23, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും.
അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എത്ര വലിയ ബന്ധമാണ് പ്രിയമുള്ളവർ! ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ പിതാവ് എന്നെ സ്നേഹിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വം എന്നിൽ വസിക്കുന്ന അവസ്ഥ. ഇതാണ് ഏറ്റവും വലിയ ബന്ധം. ഞാനും എൻ്റെ ദൈവം തമ്മിലുള്ള ബന്ധമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം. ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധമല്ല. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം. ഈ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത്. ആ ഈശോയോട് നമ്മൾ ചേർന്നിരിക്കണം. ഈശോയോട് ഞാൻ ചേർന്നിരുന്നാൽ മരിയ വാഴ്ത്തോർത്തതോട് ഈശോ പറഞ്ഞതുപോലെ സാത്താന് നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇന്ന് ധ്യാനങ്ങൾ കൂടുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ല പ്രിയമുള്ളവരെ. അനേകർ ധ്യാനങ്ങൾ കൂടി വചനം കേട്ട് വലിയ വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക് വരുന്നു. അവർ തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നു, തെറ്റായ നേട്ടങ്ങൾ ഉപേക്ഷിക്കുന്നു, കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുന്നു, തെറ്റായ സന്തോഷങ്ങൾ ഉപേക്ഷിക്കുന്നു. പക്ഷേ അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ട് പാപപ്രലോഭനങ്ങളും സാഹചര്യങ്ങളും വരുമ്പോൾ അവർ വീണ്ടും വീണു പോകുന്ന അവസ്ഥ, വീണ്ടും ധ്യാനം കൂടേണ്ട അവസ്ഥ. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്. ധ്യാനം കൂടിയവർ അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കും. എങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റും? പ്രാർത്ഥന വഴിയായിട്ട്, കൂദാശ സ്വീകരണം വഴിയായിട്ട്, വിശ്വാസം വഴി, വിശുദ്ധി വഴി നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും. വിശുദ്ധ അഗസ്റ്റിൻ പ്രാർത്ഥനയുടെ നിർവചനം ഇങ്ങനെയാണ് പറഞ്ഞു തരുന്നത്: ദൈവമാകുന്ന പവർ സ്റ്റേഷനുമായി മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന കമ്പിയാണ് പ്രാർത്ഥന എന്ന്. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞ കാര്യമാണത്. ദൈവമാകുന്ന പവർ സ്റ്റേഷനുമായിട്ട് മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന കമ്പി. ഞാൻ പ്രാർത്ഥന വഴി ഈശോയുമായിട്ട് ചേർന്നിരുന്നാൽ ഈ പ്രാർത്ഥനയാകുന്ന കമ്പിയിലൂടെ ദൈവകൃപ എന്നിലേക്ക് ഒഴുകും, പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഒഴുകും. ഈ കൃപയാണ് പാപത്തെ തോൽപ്പിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുന്നത്. നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞു പൗലോസ് അപ്പോസ്തലനോട്. നിനക്കെൻ്റെ കൃപ മതി, നിൻ്റെ ബലഹീനതകളിൽ ഞാൻ നിന്നെ ശക്തിപ്പെടുത്താൻ സഹായിക്കാം. പ്രാർത്ഥന വഴി ഈശോയോട് നമുക്ക് ചേർന്നിരിക്കാനായിട്ട് സാധിക്കും. അവിടുന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ലേ? ദൈവമായിട്ട് ഇടമുറിയാത്തൊരു ബന്ധം നമുക്ക് വേണമെങ്കിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. 1 തെസ്സലോനിക്ക 5:16. ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഞാൻ വചനം വായിക്കുമ്പോൾ ഈശോയോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങളാണ്. കാരണം വചനം ദൈവമാണ്. ആ വചനം തന്നെയായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് ഈശോ എങ്കിൽ ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ ഞാൻ ഈശോയോട് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഈശോയോട് ചേർന്നിരിക്കുന്നു, ദൈവവചനം ധ്യാനിക്കുന്ന വ്യക്തി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. വീണ്ടും പ്രാർത്ഥനകളുടെ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന, കുദാശകളുടെ കുദാശ എന്നറിയപ്പെടുന്ന, ആരാധനകളുടെ ആരാധന എന്നറിയപ്പെടുന്ന വിശുദ്ധ ബലിയിൽ നമ്മൾ സംബന്ധിച്ച് വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ വീണ്ടും ഈശോയുമായിട്ട് ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് അവിടെ കാണുന്നത്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നു, എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക, ഈശോയോട് ചേർന്നിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈശോ നമുക്കറിയാം അവിടുന്ന് പരിശുദ്ധനാണ്. ആ തായ്തണ്ടിനോട് എനിക്ക് ചേർന്നിരിക്കാൻ കഴിയണമെങ്കിൽ എനിക്ക് ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ എനിക്ക് ഈശോയോട് ചേർന്നിരിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടുന്ന് പരിശുദ്ധനാണ്. ദൈവത്തോട് ചേർന്നിരിക്കാൻ എനിക്ക് വേണ്ട ഒരു യോഗ്യത ജീവിത വിശുദ്ധി. വിശുദ്ധി കൂടാതെ കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇന്ന് അനേകരുടെ ഉള്ളിൽ ഈശോ ഉണ്ടായിട്ടും ഉള്ളിലുള്ള ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാതെ പോകുന്നത് ആത്മീയ ജീവിതത്തിലെ വലിയൊരു പരാജയമാണ്. പ്രിയമുള്ളവരെ, അവർ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഈശോയെ കാണും. ഈ സത്യം നമ്മൾ തിരിച്ചറിയാം. വിശുദ്ധി. രണ്ടാമത്, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈശോയോട് ചേർന്നിരിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ അച്ചാണിയാണ് വിശ്വാസം. എൻ്റെ വിശ്വാസം എത്രമാത്രം വളരുന്നു, ഞാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അത്രമാത്രം ഞാൻ മുന്നേറുന്നു. അതുകൊണ്ടാണ് യൂദാസ്ലിയുടെ ലേഖനത്തിൽ 1:20 നമ്മൾ വായിക്കുന്നുണ്ട്. യൂദാസ്ലിയുടെ ലേഖനം 1:20, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പവിത്രമായ വിശ്വാസത്തിൽ നിങ്ങൾ മുന്നേറുവിനെന്ന്. എൻ്റെ വിശ്വാസം വളരുന്നതനുസരിച്ച് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് മുന്നേറാൻ സാധിക്കും. കേട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഞാനൊന്ന് ക്രോഡീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവം നമ്മളോട് ചേർന്നിരിക്കും. ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തികൾക്കാണ്
ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ കാണാൻ സാധിക്കുക, അധികാരവും ശക്തിയെല്ലാം കാണാൻ സാധിക്കുക. ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തികളെ സാത്താന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രാർത്ഥന വഴി, കൂദാശ ജീവിതം വഴി, വിശ്വാസം വഴി, വിശുദ്ധി വഴി, ദൈവവചന ധ്യാനം വഴി ഈശോയോട് ചേർന്നിരിക്കാൻ നമുക്ക് ശ്രമിക്കാം, നമുക്ക് ശ്രദ്ധിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.